യുദ്ധാനന്തരം ഹമാസ് ഗാസയിൽ ഭരണം നടത്തില്ലെന്ന് പാലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ്. ഹമാസ് അവരുടെ ആയുധങ്ങൾ പലസ്തീൻ അതോറിറ്റിക്ക് കൈമാറണമെന്നും ഒരു ഏകീകൃത നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഏർപ്പെടണമെന്നും അബ്ബാസ് പറഞ്ഞതായി മിഡിൽ ഈസ്റ്റ് ഐ റിപ്പോർട്ട് ചെയ്തു. ജോർദാനിൽ വെച്ച് മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇസ്രയേലിന്റെ ഭീഷണിക്കിടെ ആയുധങ്ങൾ കൈവശം വെക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഹമാസ് പറയുന്നത്. എന്നാൽ 2007 മുതൽ ഗാസയിൽ അധികാരത്തിലുള്ള ഹമാസ് എന്നാൽ യുദ്ധാനന്തരം ഗാസയിലെ ഭരണത്തിൽ പങ്കാളികളാവാൻ ഇല്ലെന്ന് ഇതിനകം അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഗാസയിലെ സംഘർഷത്തിൽ ടോണി ബ്ലെയർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയായിരുന്നു മഹ്മൂദ് അബ്ബാസും ടോണി ബ്ലെയറും തമ്മിലുള്ള കൂടിക്കാഴ്ച. കൂടിക്കാഴ്ചയിൽ വെച്ച് ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക വഴി മുനമ്പിലെ ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കലാണെന്ന് അബ്ബാസ് പറഞ്ഞു. ഇപ്രകാരം സൈന്യം പിന്മാറിയാൽ ഗാസയുടെ പൂർണ്ണ ഉത്തരവാദിത്തം അറബ് രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര സമൂഹത്തിന്റെയും പിന്തുണയോടെ പാലസ്തീൻ അതോറിറ്റി ഏറ്റെടുക്കുമെന്നും അബ്ബാസ് കൂട്ടിച്ചേർത്തു. ഇതിനു പുറമെ പരിഹാരം കാണുന്നതിനായി ന്യൂയോർക്കിൽ വെച്ച് അന്താരാഷ്ട്ര സമ്മേളനം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മാർച്ചിൽ അറബ് രാഷ്ട്രങ്ങൾ ഗാസയുടെ പുനർനിർമ്മാണത്തിനായി 5 വർഷം ദീർഘമുള്ള പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. ഏകദേശം $53 ബില്യൺ ഈ പദ്ധതിക്ക് ചെലവ് വരിക. ഗാസയിൽ നിന്ന് പാലസ്തീനികളെ പുറത്താക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ എതിർത്താണ് ഇത്തരമൊരു പദ്ധതി അറബ് രാജ്യങ്ങൾ ആവിഷ്കരിച്ചത്. 89-കാരനായ അബ്ബാസിന് ഇസ്രയേലിനോടുള്ള ചായ്വിനെക്കുറിച്ച് കുറച്ചു കാലങ്ങളായി പാലസ്തീനികൾക്കിടയിൽ വലിയ രീതിയിൽ വിമർശനവും നേരിടുന്നുണ്ട്. പാലസ്തീൻ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ വിരുദ്ധ പോരാട്ടങ്ങൾ അടിച്ചമർത്തുന്നതായും പ്രതിഷേധക്കാരെ കൊല്ലപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളും വന്നിരുന്നു. അതേസമയം ഗാസയിൽ വെടിനിർത്തൽ കരാറിന് ഒരാഴ്ച കൂടി സാവകാശം വേണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെ ആവശ്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുവദിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അടുത്ത ആഴ്ചയോടെ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ട്രംപ് പറയുന്നത്. പൂർണ്ണ യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും നിർബന്ധമാണെന്ന് ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹമാസിന് മുമ്പാകെ പുതിയ വെടിനിർത്തൽ നിർദ്ദേശം സമർപ്പിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയിച്ചു. കൂടുതൽ സ്വീകാര്യമായ പുതിയ നിർദ്ദേശം ഹമാസ് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നെതന്യാഹു പറഞ്ഞു. എന്നാൽ പൂർണ്ണ യുദ്ധവിരാമം നടപ്പില്ലെന്നും നെതന്യാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. ബന്ദികളുടെ ബന്ധുക്കളും പ്രതിപക്ഷവും ഉയർത്തുന്ന സമ്മർദ്ദം പരിഗണിച്ചാണ് ചില വിട്ടുവീഴ്ചകൾക്ക് നെതന്യാഹു തയ്യാറാകുന്നതെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രയേലിന് ഒരാഴ്ച കൂടി സമയം അനുവദിച്ചതായി അമേരിക്കൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഗാസയിൽ വെടിനിർത്തൽ അടുത്ത ആഴ്ച ഉണ്ടാകുമെന്ന് ട്രംപ് അറിയിച്ചു. വെടിനിർത്തൽ ചർച്ചകൾക്കിടയിലും ഗാസയിലുടനീളം ആക്രമണം തുടരുകയാണ് ഇസ്രയേൽ. ഇന്നലെ മാത്രം 71 പേർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം നുസറാത്തിൽ 8 കുട്ടികൾ ഉൾപ്പെടെ 12 പേരെ മിസൈൽ ആക്രമണത്തിലൂടെ കൊലപ്പെടുത്തിയ ഇസ്രയേൽ നടപടി യുദ്ധക്കുറ്റമാണെന്ന് ആംനസ്റ്റി കുറ്റപ്പെടുത്തി. തങ്ങൾ അയച്ച മിസൈൽ ദിശ തെറ്റി കുട്ടികൾക്ക് മേൽ പതിക്കുകയായിരുന്നുവെന്ന ഇസ്രയേൽ സേനാവാദം മനുഷ്യാവകാശ സംഘടനകൾ തള്ളി. വടക്കൻ ഗാസ ഉൾപ്പെടെ പല ഭാഗങ്ങളിലും ഇന്നലെ പാലസ്തീൻ പോരാളികളുടെ ശക്തമായ പ്രത്യാക്രമണം നടന്നു. 3 സൈനികർ കൊല്ലപ്പെട്ടതായും നിരവധി സൈനികർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ സ്ഥിരീകരിച്ചു. നിരവധി സൈനിക വാഹനങ്ങളും അഗ്നിക്കിരയായി. 21ാം മാസത്തിലെത്തി നിൽക്കുന്ന ആക്രമണത്തിലും പാലസ്തീനുകളുടെ പോരാട്ടവീര്യം ഇസ്രയേലിനെ ആശങ്കയിലാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.